ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്പോർട്ടിനെ കുറിച്ചാണ്. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ അനവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പാസ്പോർട്ട് എടുക്കാൻ ആവശ്യമായ രേഖകൾ എന്തെല്ലാം, പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കയ്യിൽ കരുതണം, പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല വീഡിയോകളും എൻ്റെ ചാനലിലുണ്ട്, അത് പോയി കാണുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാസ്പോർട്ടിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളാണ്. മിനിസ്റ്ററി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അഥവാ വിദേശ മന്ത്രാലയം പാസ്പോർട്ട് അതോറിറ്റി ഇനി പാസ്പോർട്ടിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. അതായത് ഇനി വരാൻ പോകുന്ന പാസ്പോർട്ടിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ സിം കാർഡ് പോലെ നമ്മുടെ ATM കാർഡിലൊക്കെ ഒരു ചിപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ചിപ്പ് ഘടിപ്പിച്ച പാസ്പോർട്ടാണ് ഇനി വിപണിയിൽ വരാൻ പോകുന്നത്. ലോഞ്ച് ചെയ്തിട്ടില്ല, അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അത് ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ബാക്കിൽ ഒരു ചിപ്പ് ഉണ്ടാവും. ആ ചിപ്പിൽ നമ്മുടെ എല്ലാ വിവരങ്ങളും, നമ്മുടെ പാസ്പോർട്ടിലുള്ള എല്ലാ വിവരങ്ങളും, നമ്മുടെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ആ ചിപ്പിൽ ഒതുങ്ങിയിരിക്കും, അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല ആധാറിലുള്ളതുപോലെ നമ്മുടെ ബയോമെട്രിക് വിവരങ്ങളും അതിലുണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വിരലിൻ്റെ അടയാളം, ഫിംഗർ പ്രിൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഐറിസ്, കണ്ണിൻ്റെ അടയാളം, ഇതൊക്കെ അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. എൻക്രിപ്റ്റ് ചെയ്ത് വെക്കും അഥവാ സ്റ്റോർ ചെയ്ത് വെക്കും എന്നാണ് പറയുന്നത്. എൻക്രിപ്റ്റ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായി സ്റ്റോർ ചെയ്യുന്നതിനാണ് എൻക്രിപ്റ്റ് ചെയ്യുക എന്ന് പറയാം. നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്, നമുക്കറിയാം ഒരു ഡാറ്റ അല്ലെങ്കിൽ നമ്മളൊരു മെസ്സേജ് മറ്റൊരു വ്യക്തിക്ക് ഇവിടുന്ന് അയക്കുമ്പോൾ അത് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അയക്കുക. അതായത് ആ ഡാറ്റ വേറെ ആർക്കും വായിച്ചെടുക്കാനോ ചോർത്തിയെടുക്കാനോ സാധ്യമല്ലാത്ത രീതിയിൽ അയക്കുന്നതിനെയാണ് എൻക്രിപ്റ്റ് ചെയ്യുക എന്നുള്ളത് ആണ് മനസ്സിലാക്കുക. ഞാൻ ഈ കൂട്ടത്തിലൊന്നും അതിൻ്റെ സാങ്കേതിക വാക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ്. ആ വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ പാസ്പോർട്ടിൽ വരാൻ പോകുന്ന മാറ്റമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി നമ്മൾ ഈ കാണുന്ന ഈ പാസ്പോർട്ട് ആയിരിക്കില്ല, ചിപ്പ് ഘടിപ്പിച്ച പാസ്പോർട്ട് ആയിരിക്കും. ഇത് നാളെ തന്നെ വരും എന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഈ പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു വാലിഡ് ഡോക്യുമെൻ്റ് ആണ്. മാത്രമല്ല നമ്മൾ പാസ്പോർട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. മറ്റു കാര്യങ്ങൾക്ക് പൊതുവെ പാസ്പോർട്ട് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറില്ല, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ മറ്റ് രാജ്യങ്ങളോട് കിടപിടിക്കണമെങ്കിൽ നമ്മളെ പാസ്പോർട്ടിലും മാറ്റങ്ങൾ വന്നേ മതിയാകും. അപ്പോൾ ചിപ്പ് ഘടിപ്പിച്ച പാസ്പോർട്ടിലുള്ള ഗുണങ്ങൾ എന്തെല്ലാം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്ന്, പാസ്പോർട്ടിൽ നമുക്ക് കൃത്രിമങ്ങൾ തടയാൻ സാധിക്കുമെന്നാണ് വിദേശ മന്ത്രാലയം പറയുന്നത്. കൃത്രിമങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്കറിയാം, ഇപ്പോൾ കൂടുതലും പാസ്പോർട്ട് അല്ലെങ്കിലും കമ്പ്യൂട്ടർ പ്രിന്റഡ് ആയതുകൊണ്ട് അതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ കൃത്രിമങ്ങളൊന്നും നടത്താൻ സാധിക്കില്ല. നമുക്കറിയാം, പണ്ട് കാലത്തേക്കൊന്ന് പോയി നോക്കാം. പണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. അതായത് പാസ്പോർട്ടിൽ തലവെട്ട് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അതായത് മറ്റുള്ള ആളുകളെ പാസ്പോർട്ട് മോഷ്ടിച്ച് അതിൽ ആ ഒറിജിനൽ വ്യക്തിയുടെ ഫോട്ടോ പറിച്ച് അവിടുന്ന് കട്ട് ചെയ്തിട്ട് വേറെ വ്യക്തിയുടെ തല ഒട്ടിച്ച് അല്ലെങ്കിൽ ഫോട്ടോ ഒട്ടിച്ച് കൊടുത്ത് അദ്ദേഹത്തിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര കുറ്റമാണെന്നറിയാം. പക്ഷേ അതുവരെ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. അതൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഇതിൻ്റെ സുരക്ഷിതം ഇല്ലായ്മയാണ്. ഒന്നാമത്, ഹാൻഡ് റിട്ടൺ പാസ്പോർട്ട് ആകുമ്പോൾ, കൈകൊണ്ട് എഴുതിയതാകുമ്പോൾ അത്ര പ്രശ്നമല്ല, അത് പിടിക്കപ്പെടില്ല എന്നുള്ളത് കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നു പാസ്പോർട്ടിൽ. അത് തല വെട്ടുക എന്നുള്ളതാണ് ഈ പ്രവർത്തിക്ക് പറയുന്ന പേര്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. പാസ്പോർട്ടിൽ തല വെട്ടുന്ന ഏജന്റുമാർ തന്നെ ഉണ്ടായിരുന്നു. നല്ല പൈസ വാങ്ങിയിട്ട് പാസ്പോർട്ടൊക്കെ നഷ്ടപ്പെട്ട ആളുകളെ വേറെ പാസ്പോർട്ടൊക്കെ ഒപ്പിച്ച് അതിൽ നിന്ന് ഈ ആർക്കാണോ പാസ്പോർട്ട് വേണ്ടത് അവരെ ഫോട്ടോ, പഴയ ആളെ ഫോട്ടോ അതിന് കട്ട് ചെയ്തിട്ട് വേണ്ട ആളെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് അതൊക്കെ സീലൊക്കെ ഉണ്ടാക്കി ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെ പല പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല പ്രവർത്തനങ്ങളും ഒഴിവാക്കുന്നതിനും ഇപ്പം അങ്ങനെ ഇല്ലാട്ടാൻ സാധിക്കൂല. ഞാൻ സൂചിപ്പിച്ചതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ സുരക്ഷിതമാക്കുക. അപ്പോൾ പാസ്പോർട്ട് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ സുരക്ഷിതമായി ആ ചിപ്പിൽ സ്റ്റോർ ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അതുകൊണ്ടുള്ള മറ്റൊരു ഗുണം ഞാൻ പറഞ്ഞത്, ഇതിന് തട്ടിപ്പ് വെട്ടിപ്പ് പരിപാടികളൊന്നും നടക്കൂല എന്നർത്ഥം. ഇനി രണ്ടാമത്തെ ഒരു കേസ് വരുന്നത്, ആ ഡാറ്റ, ആ ചിപ്പിൽ നമ്മുടെ ഫുൾ ഡാറ്റ, നമ്മുടെ എല്ലാ വിവരങ്ങളും, അതായത് വിരലടയാളവും നമ്മുടെ കണ്ണിൻ്റെ അടയാളവും അഥവാ ബയോമെട്രിക് വിവരങ്ങളൊക്കെ ഈ ചിപ്പിൽ ഉള്ളത് കൊണ്ട് നമ്മൾ വിദേശത്തേക്ക് ഒരു യാത്ര പോവുകയാണെങ്കിൽ
എയർപോർട്ടിൽ കൗണ്ടറിൽ നമുക്ക് എമിഗ്രേഷൻ ചെക്കിംഗ് വളരെ പെട്ടെന്നാവും, ഫാസ്റ്റ് ആവും എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ ബയോമെട്രിക് ഡീറ്റെയിൽസ് നമ്മളെ പാസ്പോർട്ടിൽ ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ എമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്യുന്നതിന് വേണ്ടി കൗണ്ടറിൽ പോയാൽ നമ്മുടെ ഫിംഗറോ അല്ലെങ്കിൽ നമ്മളെ ഐറിസ് നമ്മളെ കണ്ണോ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും വേഗം നമുക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്തുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ വേഗത കൂടും, നമുക്ക് അവിടെ ടൈം ലാഭിക്കാൻ സാധിക്കും, നീണ്ട ക്യൂ ഉണ്ടാവില്ല എന്നർത്ഥം, ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതാണ് പാസ്പോർട്ടിൽ ഇനി വരാൻ പോകുന്ന മാറ്റം എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, പല ആളുകൾക്കും ഉള്ളൊരു സംശയം, ഒരു പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ എത്രയാണ് ഫീസ് വരുന്നത്, നമ്മൾ ഗവൺമെൻറ്റിലേക്ക് എത്ര രൂപ അടക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുതരാം. അതായത് 15 വയസ്സ് വരെയുള്ള ഒരാൾക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കണമെങ്കിൽ 1000 രൂപയാണ് ഫീ വരുന്നത്. 1000 രൂപ നമ്മൾ ഓൺലൈൻ ഫീ അടച്ചാൽ മാത്രമേ നമുക്ക് ഓൺലൈനിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ലഭിക്കുകയുള്ളൂ. ഏത് ഡേറ്റിൽ ഏത് സമയത്ത് നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ പോകണം എന്നുള്ള അപ്പോയിൻമെൻറ്റ് നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഈ 1000 രൂപ അടച്ചാൽ മാത്രമേ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ 15 വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് 1500 രൂപയാണ് ഗവൺമെൻറ് ഫീ വരുന്നത്. 500 രൂപ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമുക്കറിയാം പാസ്പോർട്ട് 2 രീതിയിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കാറുണ്ട്. ഒന്ന് നോർമൽ അപ്പോയിൻമെൻറ്റ്, സാധാരണ ഒരു അപ്പോയിൻമെൻറ്റ്. രണ്ടാമത് വരുന്നത് എമർജൻസി അല്ലെങ്കിൽ തൽക്കാൽ എന്നാണ് അതിന് മറ്റൊരു വാക്കായിട്ട് പറയുന്നത്. എമർജൻസി പാസ്പോർട്ട് ആണ് നമ്മൾ പൊതുവെ അറിയപ്പെടുക. അതായത് എമർജൻസിക്ക് പറയുന്ന ഭാഷ എന്ന് പറയുന്നത് തൽക്കാൽ എന്നാണ്. അത് നമ്മൾ എന്താ പറയുക, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെ തൽക്കാൽ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ എമർജൻസി അല്ലെങ്കിൽ തൽക്കാൽ പാസ്പോർട്ടിനാണെങ്കിൽ 15 വയസ്സ് വരെയുള്ള ആളുകൾക്ക് 3000 രൂപയാണ് ഫീ വരുന്നത്. അതായത് 1000 രൂപയുടെ പുറമെ 2000 രൂപ ഈ എമർജൻസി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് അടക്കണമെന്നർത്ഥം. അതേസമയം 15 വയസ്സിന് മുകളിലുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 1500 രൂപയാണ് നോർമൽ ഫീ. അതിലൂടെ അഡീഷണൽ ആയിട്ട് 2000 രൂപ വീണ്ടും അടക്കണം. അങ്ങനെ 3500 രൂപ വരും ഫീ. അതായത് 1500 പ്ലസ് 2000. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എമർജൻസി ആണെങ്കിൽ 2000 രൂപ അഡീഷണൽ വരും എന്നർത്ഥം. കുട്ടികൾക്ക് 1000 പ്ലസ് 2000 എമർജൻസി പാസ്പോർട്ടിൻ്റെ ക്യാഷ്, അപ്പോൾ 3000 ആയി. അതേപോലെ തന്നെ 15 വയസ്സിന് മുകളിലുള്ള ആളാണെങ്കിൽ അവർക്ക് 1500 നോർമൽ ഫീ ആണ്. അപ്പോൾ 2000 രൂപ അഡീഷണൽ അടക്കുന്നതോട് കൂടി എന്തായി, അവർക്ക് തൽക്കാൽ പാസ്പോർട്ടിന് വേണമെങ്കിൽ അപേക്ഷിക്കാം. പിന്നെ ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരാൾ തൽക്കാൽ പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തത് എമർജൻസി പാസ്പോർട്ടിന് 15 വയസ്സിന് മുകളിലുള്ള ഒരാൾ അപേക്ഷ കൊടുത്തു. അപ്പോൾ എത്ര ഫീ വരും? 3500 ഫീസ് വരും. ഇവിടെ തന്നെ 15 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 36 പേജ് പാസ്പോർട്ടാണ് നോർമലായിട്ട്, നമ്മളൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നമുക്ക് കിട്ടുന്ന പാസ്പോർട്ടിലെ പേജിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 36 പേജാണ്. അപ്പോൾ അത് നമുക്ക് 2 ഐറ്റം ഞാൻ പറഞ്ഞല്ലേ, 2 ഐറ്റം പാസ്പോർട്ട് ഉണ്ട്, ബുക്ക്ലെറ്റ് ഉണ്ട്. 36 പേജുള്ള പാസ്പോർട്ടും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് 60 പേജുള്ള പാസ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ 60 പേജുള്ള പാസ്പോർട്ടാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് 500 രൂപ കൂടി ഈടാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എമർജൻസി പാസ്പോർട്ടിലൊരു വ്യക്തി എനിക്ക് അതുപോലെ തന്നെ 36 പേജുള്ള പാസ്പോർട്ടിന് പകരം എനിക്ക് 60 പേജുള്ള പാസ്പോർട്ടാണ് വേണമെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 500 കൂടി അടച്ചാൽ 4000 രൂപ കൊടുത്താൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും? എമർജൻസി പാസ്പോർട്ട് കിട്ടുന്ന സമയത്ത് 60 പേജുള്ള പാസ്പോർട്ടായിരിക്കും കിട്ടുക. എന്ന് പറഞ്ഞാൽ ഈ 60 പേജുള്ള പാസ്പോർട്ടിന് 500 രൂപയും കൂടി എക്സ്ട്രാ അടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് 60 പേജുള്ള പാസ്പോർട്ട് ലഭ്യമാവുകയുള്ളൂ. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമലായിട്ട് എല്ലാ ആളുകൾക്കും 36 പേജുള്ള പാസ്പോർട്ടാണ് നമുക്ക് അനുവദിക്കുക. നമുക്കത് അങ്ങനെ ഈ 60 പേജുള്ള പാസ്പോർട്ട് അങ്ങനെ ആരും അങ്ങനെ വാങ്ങാറില്ല. അത് എന്തിനാ വാങ്ങുന്നത് വെച്ചാൽ ചില ആളുകൾക്കൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഈ പേജ് തീർന്നു കഴിഞ്ഞാൽ അവർ പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും ഇത് പേജ് തീർന്നു പോയി എന്നിട്ട് വീണ്ടും പാസ്പോർട്ടിന് റിന്യൂവൽ ചെയ്യാൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് പകരം 60 പേജില്ലാതെ കുറച്ചും കൂടിയൊക്കെ അവർക്ക് പേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ അത് ആവശ്യമുള്ളൂ. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് പാസ്പോർട്ടിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം. 15 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് 1000 രൂപയും
15 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ 1500 രൂപയാണ് ഫീസ്. അത് തന്നെ എമർജൻസി ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 15 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അഡീഷണൽ ആയിട്ട് 2000 രൂപ കൊടുക്കണം. അങ്ങനെ ടോട്ടൽ 3000 രൂപ അടച്ചാൽ മാത്രമേ കുട്ടികൾക്കൊക്കെ എമർജൻസി പാസ്പോർട്ട് കിട്ടുള്ളൂ. അതേസമയം 15 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് 1500 രൂപ ഗവൺമെന്റ് ഫീയും 1500 രൂപ നോർമൽ ഫീയും അതിന്റെ കൂട്ടത്തിൽ 2000 രൂപ അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ അഥവാ 3500 രൂപ കൊടുത്താൽ മാത്രമേ എമർജൻസി പാസ്പോർട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എമർജൻസി പാസ്പോർട്ട് കിട്ടണമെങ്കിൽ നമുക്കറിയാം, മറ്റേ വീഡിയോയിൽ പറഞ്ഞതാണ്, നമുക്ക് 3 പ്രൂഫ് എങ്കിലും നമ്മൾ ID പ്രൂഫായിട്ട് വേണം. നമ്മൾ അഡ്രസ്സൊക്കെ തെളിയിക്കുന്നതിന് 3 പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എമർജൻസി പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അതായത് നമ്മൾ 3500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ എമർജൻസി പാസ്പോർട്ട് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. രേഖകൾ ക്ലിയർ ആയിരിക്കണം. വളരെ വ്യക്തമായിട്ട് പറയാണ്. അതായത് ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, ഈവൻ എന്തിനേറെ പറയുന്ന ഫാദർ നെയിം പോലും ശ്രദ്ധിക്കുന്നുണ്ട്. പല ആളുകളും പറയാറുണ്ട്, എൻ്റെ ഫാദർ നെയിമിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ട് അവർ എമർജൻസി പാസ്പോർട്ട് തന്നില്ല എന്നൊക്കെ പറയാറുണ്ട് പല ആളുകളും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അഡ്രസ്സും പിൻകോഡ് അടക്കം ക്ലിയർ ആയിരിക്കണം. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര് ഒക്കെ ഒരുപോലെ ആയി 3 പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എമർജൻസി പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, എമർജൻസി നമ്മൾ ക്യാഷ് 3500 അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധമായിട്ടും എമർജൻസി പാസ്പോർട്ട് കിട്ടുന്നു ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ഈ ക്യാഷ് അടച്ച് പാസ്പോർട്ട് ഓഫീസിൽ നമ്മൾ വെരിഫിക്കേഷന് നേരിട്ട് ചെല്ലുന്ന സമയത്ത് അഥവാ അപ്പോയിൻമെന്റ് എടുത്ത് ചെല്ലുന്ന സമയത്ത് നമ്മളെ രേഖ പരിശോധിച്ച് അതിൽ എന്തെങ്കിലും അപാകത കണ്ടാൽ നമ്മൾ എമർജൻസി എന്നുള്ള ആ ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യും. അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ നോർമലിൽ നമുക്ക് പാസ്പോർട്ട് കിട്ടുള്ളൂ. എമർജൻസിൻ്റെയും നോർമലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എമർജൻസി പാസ്പോർട്ടിന് നമ്മൾ പാസ്പോർട്ട് നമ്മളെ വീട്ടിൽ അഥവാ നമ്മളെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് എൻക്വയറി വരിക. ഇപ്പം ഇന്ന് നിങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോയി സങ്കല്പിക്കുക, പിറ്റേ ദിവസം കൊണ്ട് തന്നെ, ഒറ്റ ദിവസം കൊണ്ട് തന്നെ, അതായത് പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആണെങ്കിൽ, പാസ്പോർട്ട് ഉള്ള ദിവസമാണെങ്കിൽ, അതായത് നമ്മൾ വെള്ളിയാഴ്ച പോയി കഴിഞ്ഞിട്ട് ശനിയാഴ്ച ചിലപ്പോൾ വർക്കിംഗ് ഡേ അല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. എന്തായാലും ഒരു ദിവസം കൊണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. പിറ്റേ ദിവസമെങ്കിലും നമുക്ക് വർക്കിംഗ് ഡേ ആണെങ്കിൽ കിട്ടും. അപ്പം അത് എൻക്വയറി പിന്നെയാണ് വരിക. അതേസമയം നോർമൽ പാസ്പോർട്ട് ആവുമ്പോൾ ആദ്യം എൻക്വയറിയാണ് വരിക. എൻക്വയറി കഴിഞ്ഞ് അതൊക്കെ സക്സസ് ആയി അതിൻ്റെ റിപ്പോർട്ടൊക്കെ പാസ്പോർട്ട് ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് അനുവദിക്കാം എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അവിടുന്ന് പാസ്പോർട്ട് പ്രിന്റ് ചെയ്ത് അയച്ചു തരുള്ളൂ. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഏതായാലും വീഡിയോ കുറച്ച് നീണ്ടുപോയി. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരെ നൗ സലാം ടെക് വറ്റൂർ സൈനിങ് ഔട്ട്. Thank you.